പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്ന ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 ക്ലാസ്സിലെ ഫസ്റ്റ് ബെൽ പരിപാടിയുടെ തുടർച്ചയായി പരീക്ഷയ്ക്കായുള്ള ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം കൂടി മുന്നിലുണ്ടാകുന്നത് ഗുണകരമായിരിക്കും. 2ാം വർഷ ഹയർ സെക്കൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഹാഷിം MC, GHSS കണ്ണാടിപ്പറമ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകനാണ്, കണ്ണൂർ ജില്ല. ഞാൻ റമീഷ് ഖാൻ, IOHSS എടവണ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകനാണ്, മലപ്പുറം ജില്ല. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ വർഷം 2ാം വർഷ ഹയർ സെക്കൻഡറി സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾ ആകെ 13 അധ്യായങ്ങളാണ് പഠിച്ചത്. എല്ലാ അധ്യായങ്ങളും വിക്ടേഴ്സ് ചാനൽ വഴിയും നിങ്ങളുടെ അധ്യാപകർ മുഖേനയും മുഴുവനായി പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. 1ാമത്തെ ചാപ്റ്റർ കോറിലേഷൻ അനാലിസിസ് ആണ്. കോറിലേഷൻ അനാലിസിസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ: മീനിങ് ഓഫ് കോറിലേഷൻ, ടൈപ്സ് ഓഫ് കോറിലേഷൻ, പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ ആൻഡ് സീറോ കോറിലേഷൻ. അതുപോലെ തന്നെ കോറിലേഷൻ പഠിക്കുന്നതിനുള്ള വിവിധ മെത്തേഡുകൾ. പ്രധാനപ്പെട്ടത് സ്കാറ്റർ ഡയഗ്രാം, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, അതിൽ തന്നെ നമ്മൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഉണ്ട്, സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഉണ്ട്. ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. മീനിങ് ഓഫ് കോറിലേഷൻ നിങ്ങൾക്കറിയാം. 2 വേരിയബിളുകൾ തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പഠിക്കുന്നതാണ് നമ്മുടെ കോറിലേഷൻ അനാലിസിസ്. 2 വേരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ കോറിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്, നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട്, സീറോ കോറിലേഷൻ ഉണ്ട്. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 2 വേരിയബിൾസും ഒരേപോലെയാണ്, ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഉദാഹരണത്തിന് ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ നീളവും അതിൻ്റെ ചുറ്റളവും പെരിമീറ്റർ ഒരേ ദിശയിലാണ് കൂടിക്കൊണ്ടിരിക്കുകയോ കുറയുകയോ ചെയ്യുക. അതുപോലെ നെഗറ്റീവ് കോറിലേഷൻ എന്നാൽ 2 വേരിയബിൾസും വിപരീത ദിശയിൽ സഞ്ചരിക്കുക. അതായത് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, ഡിസ്റ്റൻസ് ഫ്രം ദ സോഴ്സ്, ഒരു പ്രകാശത്തിൻ്റെ തീവ്രതയും അതിൻ്റെ ഉറവിടത്തിൽ നിന്നുള്ള ദൂരവും നമുക്കറിയാം നെഗറ്റീവ് കോറിലേഷനാണ്. മറ്റൊരു ടൈപ്പ് ഉണ്ട്, നമ്മുടെ ഇൻ്റലിജൻസ്, കുട്ടികളുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അവിടെ ഹൈറ്റ്, അത് സീറോ കോറിലേഷനാണ്. കോറിലേഷൻ അനാലിസിസ് നമുക്ക് മെഷർമെന്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രധാനമായും നമ്മൾ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് കോറിലേഷനെ ഐഡന്റിഫൈ ചെയ്യാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് സ്കാറ്റർ ഡയഗ്രാം. 2 ആക്സിസ് എക്സ് വൈ ആക്സിസിൽ നമ്മൾ 2 വേരിയബിളിനെയും പോയിന്റുകൾ അടയാളപ്പെടുത്തി ഡിസ്പ്ലേ ചെയ്യുന്നതാണ് സ്കാറ്റർ ഡയഗ്രാം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് പോസിറ്റീവ് കോറിലേഷനും നെഗറ്റീവ് കോറിലേഷനും അതുപോലെ സീറോ കോറിലേഷനും നമുക്ക് ഈ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പോസിറ്റീവ് കോറിലേഷൻ ആകുമ്പോൾ നിങ്ങൾക്കറിയാം ആ പോയിന്റ്സ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് പോകുന്ന കാണാം. നെഗറ്റീവ് കോറിലേഷൻ ആകുമ്പോൾ ഡൗൺവേർഡായിട്ട് കാണാം. അതുപോലെ തന്നെ സീറോ കോറിലേഷൻ ആകുമ്പോൾ ഒരു ബന്ധവുമില്ലാതെ ആ പോയിന്റ്സ് ഇങ്ങനെ ചിതറിക്കിടക്കുന്നത് കാണാം. ഇങ്ങനെയാണ് നമ്മൾ സ്കാറ്റർ ഡയഗ്രാം ഉപയോഗിച്ച് കോറിലേഷൻ ഉണ്ടോ ഇല്ലേ എന്ന് ഒറ്റനോട്ടത്തിൽ പരിശോധിക്കുന്നത്. ഏറ്റവും സിംപിളസ്റ്റ് വഴിയാണ് ഇത് എന്ന് നമുക്കൊക്കെ അറിയാം. ഇനി കോറിലേഷൻ കോഎഫിഷ്യന്റ് നമുക്ക് മാത്തമാറ്റിക്കലി മെഷർ ചെയ്യേണ്ടി വരും. അതിന് നമ്മൾ പ്രധാനമായും നമ്മൾ പഠിക്കുന്നത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ്. ഇതിന്റെ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പല രീതിയിൽ നമ്മൾ ഫോർമുല പഠിച്ച് നമ്മളത് ചെയ്യാറുണ്ട്. ഇപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻസ് കാണാൻ കൊവേരിയൻസ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ മൊത്തമായിട്ട് അതിന്റെ വാല്യൂസ് കൊടുത്തിട്ടുള്ള വലിയ ആ ഫോർമുലയും ഉപയോഗിച്ചിട്ട് പഠിക്കാൻ പറ്റും. പിന്നീട് നമുക്ക് അറിയേണ്ടതാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഇതെന്ന് പറയുന്നത് റാങ്ക് തന്നിട്ടുണ്ടെങ്കിൽ അവയുടെ കോറിലേഷൻ കോഎഫിഷ്യന്റ് അതിന്റെ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്.
അത് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ ക്യൂബ് മൈനസ് എൻ. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പരിചയപ്പെടുത്താം, ശ്രദ്ധിക്കുക. കമ്പ്യൂട്ട് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. കമ്പ്യൂട്ട് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. തന്നിരിക്കുന്ന ഡാറ്റയിൽ എൻ സമം 10, സിഗ്മ എക്സ് വൈ സമം 220 220, സിഗ്മ എക്സ് സ്ക്വയർ തന്നിരിക്കുന്നത് 200 200, സിഗ്മ വൈ സ്ക്വയർ 262 262, സിഗ്മ എക്സ് ഈക്വൽ ടു 40 40, സിഗ്മ വൈ ഈക്വൽ ടു 50 50. അപ്പോൾ നമുക്കറിയാം ആ ഫോർമുലയിൽ വേണ്ട എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ആ ഫോർമുല ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആർ ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇതിൽ ആവശ്യമുള്ള ഡാറ്റയൊക്കെ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ആൻസറിലേക്ക് പോവാം. അടുത്തത് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. ജഡ്ജസ് എ ആൻഡ് ബി ഗേവ് ദ ഫോളോയിങ് റാങ്ക്സ് ടു 8 കോമ്പറ്റീറ്റേഴ്സ് ഇൻ എ ബ്യൂട്ടി കോണ്ടസ്റ്റ്. എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദെയർ ജഡ്ജ്മെന്റ്സ്. ഇവിടെ ജഡ്ജ് എ കൊടുത്ത റാങ്ക് ഞാൻ വായിക്കാം. 3 5 1 2 4 6 7 8. ജഡ്ജ് ബി 8 6 2 3 1 4 5 7. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം കോളം വരച്ചിട്ട് എക്സ് വേരിയബിൾ ഫസ്റ്റ് കോളത്തിലും വൈ വേരിയബിൾ അതിൻ്റെ വാല്യൂസും നമ്മൾ കൊടുക്കും. പിന്നീട് ഡിയുടെ വാല്യൂ കാണും, 2 റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണും. എന്നിട്ട് ഡി സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ സിഗ്മ ഡി സ്ക്വയർ നമുക്ക് കിട്ടും. എന്നിട്ട് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ ഫോർമുലയിൽ നമുക്ക് അത് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാം. ഒന്നാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതിലുള്ള പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ചില എക്സാമ്പിൾസ് തന്നിട്ട് അത് ഏത് ടൈപ്പ് കോറിലേഷൻ ആണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളുണ്ടാവും. അതേപോലെ തന്നെ റാങ്ക് കോറിലേഷൻ കാണാനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ ആറിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ പ്രത്യേകത, അതിൻ്റെ വില -1നും 1നും ഇടയിലാണ്. ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ചാപ്റ്റർ നന്നായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ചാപ്റ്റർ 2ലേക്ക് പോകാം. റിഗ്രഷൻ അനാലിസിസ് എന്ന യൂണിറ്റാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇതിൽ നമുക്ക് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് കൺസെപ്റ്റ് ഓഫ് റിഗ്രഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. അതുപോലെ റിഗ്രഷൻ ലൈൻസ് ഉണ്ടാവും, 2 ഇക്വേഷൻസ് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് അതിൻ്റെ പ്രോപ്പർട്ടീസും റിഗ്രഷൻ ലൈൻസ് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് റിഗ്രഷൻ അനാലിസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളെ നമുക്ക് പരിചയപ്പെടാം, സർ ഫ്രാൻസിസ് ഗാൾട്ടൺ. ഇതിൽ മീനിങ് ഓഫ് റിഗ്രഷനിൽ നമുക്ക് പറയാനുള്ളത്, റിഗ്രഷൻ അനാലിസിസ് ഈസ് എ മാത്തമാറ്റിക്കൽ മെഷർ ഓഫ് ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. ഇവിടെ നമ്മൾ 2 വേരിയബിളിന്റെ മെഷർമെന്റ് റിഗ്രഷൻ അനാലിസിസ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇത് 2 ഇക്വേഷൻസ് നമുക്ക് ആദ്യം പറയാം. റിഗ്രഷൻ ഇക്വേഷൻസ് എക്സ് വൈ. അതിൽ വൈ ഓൺ എക്സ് എന്ന ഇക്വേഷൻ നമുക്ക് ആദ്യം മനസ്സിലാക്കാം. വൈ ഓൺ എക്സ് എന്ന ഇക്വേഷൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് y മൈനസ് വൈ ബാർ ഈസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇതിൽ വൈ ബാർ എക്സ് ബാർ എന്നിവ പറഞ്ഞാൽ വൈ വേരിയബിളിൻ്റെ മീൻ കണ്ടാൽ വൈ ബാർ കിട്ടും, എക്സിൻ്റെ മീൻ കണ്ടാൽ എക്സ് ബാർ കിട്ടും. പിന്നെ അതിൽ നമ്മൾക്ക് പുതിയതായിട്ട് നമുക്ക് ഇതിൽ അറിയേണ്ടത് ബി വൈ എക്സ് ആണ്. ബി വൈ എക്സിന് നമ്മൾ പറയുന്നത് റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് വൈ ഓൺ എക്സ് ആണ്. അത് കാണാനുള്ള ഫോർമുല പറയാം. ബി വൈ എക്സ് ഈസ് ഈക്വൽ ടു കൊവേരിയൻസ് എക്സ് വൈ ഡിവൈഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ്, അല്ലെങ്കിൽ ബി വൈ എക്സ് ഈസ് ഈക്വൽ ടു എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡ് ബൈ എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഇതിൽ നിങ്ങൾ പരിചയപ്പെട്ടത്
റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് ആണ്. ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് എക്സിൻ്റെ വാല്യൂസ് ഉപയോഗിച്ച് വൈ എന്ന വേരിയബിളിൻ്റെ വില കണ്ടുപിടിക്കേണ്ടി വരുമ്പോഴാണ്. തിരിച്ചാണെങ്കിൽ വൈ വാല്യൂസ് തന്നിട്ട് നമുക്ക് എക്സിൻ്റെ വില കാണേണ്ടി വന്നാൽ ഉപയോഗിക്കുന്ന റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആണെന്ന് നമുക്കറിയാം. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. നേരത്തെയുള്ള ഇക്വേഷൻ വൈ ഒക്കെ മാറി എക്സ് ആയിട്ടുണ്ട്, എക്സ് ഒക്കെ മാറി വൈ ആയിട്ടുണ്ട്. ആ വ്യത്യാസമുള്ളൂ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെയും നിങ്ങൾ ബി എക്സ് വൈ എന്താണെന്ന് അറിയണം. ബി എക്സ് വൈ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഹോൾ ഡിവൈഡഡ് ബൈ എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇതിൽ നമ്മൾ ഒരു റിഗ്രഷൻ അനാലിസിസിൽ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ദ ഫോളോയിങ് ഡാറ്റ റിലേറ്റ് ടു സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് 7 ഇമ്പോർട്ടൻറ്റ് ഷോപ്സ് ഇൻ എ സിറ്റി. ഇതിൽ 2 വേരിയബിൾ തന്നിട്ടുണ്ട്, സെയിൽസും പർച്ചേസും. സെയിൽസിൻ്റെ വാല്യൂസ് ഞാൻ വായിക്കാം. 4, 6, 5, 9, 10, 7, 2. പർച്ചേസ് 2, 5, 3, 7, 7, 3, 1. ഇവിടെ നമ്മളോട് പറഞ്ഞത് ഇവാലുവേറ്റ് ദ എമൗണ്ട് ഓഫ് സെയിൽസ് ഫോർ പർച്ചേസസ് ഓഫ് RS 9,000. അതായത് പർച്ചേസ് 9,000 ആണെങ്കിൽ എത്രയാണ് ഇതിലെ സെയിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തേതിന് എക്സും സെയിലിന് എക്സും വിളിക്കാം. പർച്ചേസ് എന്ന വേരിയബിളിനെ നമുക്ക് വൈ എന്നും വിളിക്കുകയാണെങ്കിൽ ഇവിടെ പർച്ചേസ് തന്നിട്ടുണ്ട്, അതായത് വൈ തന്നിട്ടുണ്ട്, നമുക്ക് എക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ എക്സ് ഓൺ വൈ എന്ന ഇക്വേഷൻ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ് ഓൺ വൈ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിലെ എക്സ് കാണാൻ പറ്റും. ഈ രീതിയിലാണ് നമ്മൾ റിഗ്രഷൻ അനാലിസിസിൽ പ്രോബ്ലം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബി വൈ എക്സും ബി എക്സ് വൈയും മൾട്ടിപ്ലൈ ചെയ്താൽ, പ്രൊഡക്റ്റ് കണ്ടാൽ, ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് ആർ സ്ക്വയർ ആണ്. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് സ്ക്വയർ ആണ്. അപ്പോൾ ആർ കാണുന്നതിന് ഒരു സൂത്രവാക്യം ഉപയോഗിക്കാം. ആർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ. അതോടൊപ്പം തന്നെ ഇതിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് 6 ബി വൈ എക്സ് സിഗ്മ വൈ എന്നിവ തന്നാൽ സിഗ്മ എക്സ് കണ്ടുപിടിക്കാം. ആ ഇക്വേഷൻ ശ്രദ്ധിക്കാം. ബി വൈ എക്സ് ഈക്വൽ ടു ആർ ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്, അല്ലെങ്കിൽ ബി എക്സ് വൈ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്. ഇവിടെ 6 കോറിലേഷൻ കോഎഫിഷ്യന്റ്, ബി വൈ എക്സ് ബി എക്സ് വൈ ആർ ദ റിഗ്രഷൻ കോഎഫിഷ്യൻസ്. ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ് ആൻഡ് ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു സിഗ്മ എക്സ് ബൈ സിഗ്മ വൈ. ഈ രീതിയിലാണ് നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യൻസ് കാണേണ്ടത്. ഇനി ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഐഡന്റിഫിക്കേഷൻ ഓഫ് റിഗ്രഷൻ ലൈൻസ് ആണ്. ഇവിടെ 2 റിഗ്രഷൻ ലൈൻസ് തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് 2y മൈനസ് 5 ഇസ് ഈക്വൽ ടു 0 ആൻഡ് 2x plus 3y minus 8 is equal to 0. Which one is the regression line of x on y and which one is regression line of y on x? ഇപ്പോൾ 2 ഇക്വേഷൻസ് ആണ് തന്നത്. ഇവയിൽ ഏതാണ് y on x അല്ലെങ്കിൽ ഏതാണ് x on y? ഇതാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇത്തരം കേസിൽ നമ്മൾ 2 ഇക്വേഷനെയും നമുക്ക് വേണമെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ നമ്പർ 1ഉം രണ്ടാമത്തെ ഇക്വേഷൻ നമ്പർ 2ഉം കൊടുക്കാം. എന്നിട്ട് നമ്മൾ അസ്യൂം ചെയ്യും, അതായത് നമ്മൾ ഊഹിച്ചിട്ട് ഒന്നാമത്തെ ഇക്വേഷൻ എക്സ് ഓൺ വൈ ആണെന്ന് അസ്യൂം ചെയ്യാം, രണ്ടാമത്തെ ഇക്വേഷന് വൈ ഓൺ എക്സ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഇങ്ങനെ എക്സ് ഓൺ വൈ എന്നൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് ബി എക്സ് വൈ കാണാൻ പറ്റും. അതുപോലെ വൈ ഓൺ എക്സ് എന്ന ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാലും ബി വൈ എക്സും കാണാം. ഇവ രണ്ടും കണ്ടിട്ട് ഇവ രണ്ടും ഗുണിച്ചിട്ട് 1ന്റെ താഴെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ പറഞ്ഞത് കറക്റ്റാണ്. അതല്ല 1ന്റെ മുകളിലുള്ള ഒരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഇക്വേഷൻസ് തിരഞ്ഞെടുക്കാം. ഈ ചോദ്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബി വൈ എക്സ് എന്ന് പറഞ്ഞാൽ ഈ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സിലെ എക്സിൻ്റെ ഗുണോത്തരം കോഎഫിഷ്യൻ്റ് ആണ്. അതേപോലെ ബി എക്സ് വൈ എന്ന് പറഞ്ഞാൽ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈയിലെ
വൈയുടെ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഗുണോത്തരമാണ്. ഈ പ്രോപ്പർട്ടി വെച്ചാണ് നമ്മൾ BYX BXY കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ചോദ്യം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതേപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് നമ്മൾ രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് എക്സ് ബാർ വൈ ബാർ എന്ന ബിന്ദുവിൽ കോയിൻസൈഡ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് തന്നാൽ നമുക്ക് എക്സ് ബാർ വൈ ബാർ കണ്ടുപിടിക്കാം. ആ രണ്ട് ഇക്വേഷൻസും നിർദ്ധാരണം ചെയ്ത് എക്സ് ബാറിൻ്റെയും വൈ ബാറിൻ്റെയും വില കണ്ടുപിടിക്കാൻ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. അടുത്ത അധ്യായം എലമെൻ്ററി കാൽക്കുലസ് എന്നതാണ്. എലമെൻ്ററി കാൽക്കുലസിൽ നമുക്ക് പ്രധാനമായി രണ്ട് ഭാഗമാണുള്ളത്, ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ നമ്മൾ പ്രധാനമായും കുറച്ച് സ്റ്റാൻഡേർഡ് ഫോർമുലയാണ് പറയാൻ പോകുന്നത്. ഒരു കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതിനെ നമ്മൾ d/dx ഓഫ് k = 0. അതുപോലെ d/dx ഓഫ് x, വേരിയബിൾ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് 1 ആണ് കിട്ടുക. d/dx ഓഫ് x² ആണെങ്കിൽ 2x. ഇതിനൊരു കോമൺ ഫോർമുല നമ്മൾ പഠിക്കാം. d/dx ഓഫ് x⁻n = n × x⁻n-1. ഇത് ഉപയോഗിച്ച് നമുക്ക് ഏത് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു കണ്ടീഷൻസ്, ഇതിലെ ഡിഫറൻഷിയേഷനിലെ പ്രധാനപ്പെട്ട ഒരു അപ്ലിക്കേഷനാണ് ഇനി പറയാൻ പോകുന്നത്. കണ്ടീഷൻസ് ഫോർ മിനിമം ആൻഡ് മാക്സിമം. മാക്സിമവും മിനിമവും കാണുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം മിനിമം എങ്ങനെ കാണാം. അതിന് മാക്സിമം കാണാനുള്ള കണ്ടീഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് dy/dx = 0, അതുപോലെ d²y/dx² <0. ഈ പോയിന്റ് ഏത് പോയിന്റിലാണോ ഇതുപോലെ നമുക്ക് ഫംഗ്ഷൻ കിട്ടുന്നത് ആ പോയിന്റ് ആയിരിക്കും നമുക്ക് മാക്സിമം പോയിന്റ് എന്ന് പറയാൻ പറ്റും. അതായത് ഒരു ഫംഗ്ഷൻ കിട്ടിയാൽ അതിൻ്റെ ഏത് പോയിന്റിനാണ്, എക്സിൻ്റെ ഏത് വാല്യൂവിനാണ് dy/dx 0 ആവുന്നത്, d²y/dx² <0 ആവുന്നത്, ഈ പോയിന്റിലാണ് ആ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ തരത്തിലുള്ള ചോദ്യം വന്നാൽ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് അത് ചെയ്യാവുന്നതാണ്. അതുപോലെ മിനിമം അതേപോലെ തന്നെ dy/dx = 0 ഇക്വേഷനിൽ കൊടുക്കും. പിന്നെ d²y/dx² <0 അല്ലെങ്കിൽ പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്കവിടെ മിനിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം പോയിന്റ് കണ്ടെത്താൻ പറ്റും. അതുപോലെ ഇതിലെ ഡിഫറൻഷിയേഷനിലെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പഠിക്കേണ്ടത് ഒരു റവന്യൂ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ മാർജിനൽ റവന്യൂ കാണാം എന്നുള്ളതാണ്. റവന്യൂ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് മാർജിനൽ റവന്യൂ കാണാൻ പറ്റും. ഇതുപോലെ കോസ്റ്റ് ആയാലും പ്രോഫിറ്റ് ആയാലും ഇവരുടെയൊക്കെ മാർജിനൽ ഈ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അടുത്തത് ഇൻ്റഗ്രേഷൻ എന്നൊരു ഭാഗമാണ് ഇതിൽ പ്രധാനമായി നമുക്ക് വരാനുള്ളത്. ഡിഫറൻഷിയേഷൻ പഠിക്കുന്നതിൻ്റെ നേരെ വിപരീത രീതിയിൽ ചെയ്താൽ തന്നെ ഇൻ്റഗ്രേഷൻ കിട്ടാം. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കുറച്ച് ഫോർമുല നമുക്ക് മനസ്സിലാക്കാം. 0 dx അല്ലെങ്കിൽ ഇൻ്റഗ്രൽ 0 dx = k + c ആയിരിക്കും. k എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ്, c എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം. അതുപോലെ ഇൻ്റഗ്രൽ dx 1 എന്ന സംഖ്യയുടെ ഇൻ്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ x + c ആയിരിക്കും. പിന്നെ ഇൻ്റഗ്രൽ k ആണെങ്കിൽ, k ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇൻ്റഗ്രൽ k dx = kx + c എന്ന് എഴുതാം. ഇതിനൊക്കെ നമുക്ക് കോമൺ ആയിട്ടൊരു ഫോർമുല ഉപയോഗിക്കാം. ഇൻ്റഗ്രൽ x⁻n dx = x⁻n+1 / n+1 + c. ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കേണ്ട ചില ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഉദാഹരണമായിട്ട് ഇൻ്റഗ്രൽ x⁴ dx, ഇൻ്റഗ്രൽ x⁴ dx എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ x⁴ ഇൻ്റഗ്രൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആ എക്സിൻ്റെ കൃതിയുടെ ഒന്ന് കൂട്ടി എഴുതുക, ആ കിട്ടുന്ന നമ്പർ ഡിനോമിനേറ്ററായിട്ട് എഴുതുക, ഛേദമായിട്ട് എഴുതുക. x⁴ ആണ് ചോദിച്ചിരിക്കുന്നത്. x⁴ + 1 / 4 + 1, ദാറ്റ് ഈസ് x⁵ / 5 + കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ c. പിന്നെ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് ഞാൻ പറയാം. ഇൻ്റഗ്രൽ ഫ്രം 1 to 2 x² dx ആണ് കാണേണ്ടതെങ്കിൽ നമ്മൾ അതിനെ ആദ്യം നമ്മൾ x² സാധാരണ പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. x² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും x⁻³
3 എന്ന് കിട്ടും. എന്നിട്ട് ഇവിടെ ഇൻ്റഗ്രൽ ഫ്രം 1 to 2 എന്ന വാല്യൂ ആണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എക്സിന് 2 കൊടുക്കും, പിന്നീട് 1 കൊടുക്കും. ഈ രീതിയിൽ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 7/3 എന്ന് കിട്ടും. ഇതുപോലെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കാണാം. അതുപോലെ ഈ ഇൻ്റഗ്രലിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന്, മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റവന്യൂ കാണാൻ ആ മാർജിനൽ റവന്യൂവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതുപോലെ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ ഒക്കെ കാണാൻ മാർജിനൽ ഏതാണോ തന്നത് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് റാൻഡം വേരിയബിൾ എന്ന യൂണിറ്റാണ്, യൂണിറ്റ് നമ്പർ 4. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് റാൻഡം വേരിയബിൾസ് 2 ടൈപ്സ് ഉണ്ട്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും. ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയാം. നമ്പർ ഓഫ് പേജസ് ഇൻ എ ബുക്ക്, ഒരു ബുക്കിലെ പേജുകളുടെ എണ്ണം. അതുപോലെ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ സ്കൂൾ, ഒരു സ്കൂളിലുള്ള, ഓർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ, ഒരു സ്കൂളിലുള്ള കുട്ടികളുടെ എണ്ണം. ഇവിടെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പേജസ് ഇവയൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണ്. അപ്പോൾ നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ് ഇവിടെ നമ്മൾ ഇവ എക്സാമ്പിളായിട്ട് എടുക്കാം. അതുപോലെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനുള്ള എക്സാമ്പിൾ ലെങ്ത് ഓഫ് എ ഫിലിം, ഒരു ഫിലിമിൻ്റെ നീളം അല്ലെങ്കിൽ അതിൻ്റെ മിനിറ്റിൻ്റെ അളവ്. അതുപോലെ ടെമ്പറേച്ചർ, അതൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അതുപോലെ ടൈം, അതുപോലെ ഹൈറ്റ്, വെയിറ്റ്, ഇവയൊക്കെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും. ഇതിൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് ഓരോ വാല്യൂസിനനുസരിച്ച് നമുക്ക് പ്രോബിലിറ്റി കിട്ടും. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് നമ്മൾ പ്രോബിലിറ്റി ഒരു ഡിസ്ട്രിബ്യൂഷൻ ആക്കി എഴുതുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയും പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയും. പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായി 2 കണ്ടീഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റാൻഡം വേരിയബിളിന്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിലുള്ള ഓരോ വാല്യൂസിനും കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ഉണ്ടാവാം. ആ പ്രോബിലിറ്റി എല്ലാം 0 അതിന് മുകളിലും ആയിരിക്കും, അതായത് പോസിറ്റീവ് സംഖ്യകളായിരിക്കണം, അല്ലെങ്കിൽ 0യും ആവാം. അതുപോലെ അതിൽ നമ്മൾ അറിയേണ്ടത് എല്ലാ പ്രോബിലിറ്റിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടണം. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയാം. ഈ 2 പ്രത്യേകതകൾ നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നാൽ അത് പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കാം. ഒരു 2 പ്രോപ്പർട്ടിയിൽ ഒരു പ്രോപ്പർട്ടി എപ്പോഴും പോസിറ്റീവ് അല്ലെങ്കിൽ 0 ആവുക, നെഗറ്റീവ് ആവാതിരിക്കുക. അതേപോലെ തന്നെ ടോട്ടൽ ആ എക്സിന് സാധ്യമായ വിലകളുടെ പ്രോപ്പർട്ടീസ് ആഡ് ചെയ്താൽ 1 കിട്ടുക എന്നുള്ളത്. ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 2 തരത്തിൽ ചോദിക്കാം. ഒന്ന്, ഒരു പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ട് അതിൽ ഏതെങ്കിലും പ്രോബിലിറ്റി അല്ലെങ്കിൽ പ്രോബിലിറ്റിയുടെ ഭാഗം കെ എന്ന രീതിയിൽ വരും. അപ്പോൾ കെയുടെ വില കണ്ടുപിടിക്കാനുള്ള ചോദ്യം വരാം. അതേപോലെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണോ എന്ന് പരിശോധിക്കാനുള്ള ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വരാം. ഈ 2 ക്വസ്റ്റ്യനും നമ്മൾ ഈ 2 പ്രത്യേകത വെച്ചാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നീട് ഈ യൂണിറ്റിൽ നമ്മൾ അറിയേണ്ടത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ കുറിച്ചാണ്. അത് നമ്മൾ CDF എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറ് ക്യാപിറ്റൽ F of X ഇസ് ഈക്വൽ ടു P of X ലെസ് ദാൻ ഓർ ഈക്വൽ ടു X. ഈ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് എക്സാമിന് സ്ഥിരം ചോദിക്കാറുണ്ട്, CDFൻ്റെ ഫോർമുല. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ഡിസ്ട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ CDF കാണാൻ പറ്റും. ഒരു ടേബിളായിട്ട് നമുക്ക് തന്ന ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ CDF കാണാൻ നമ്മൾ അതിനെ കോളം വൈസ് ആയിട്ട് എക്സും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റിയും നമ്മൾ എഴുതും. എന്നിട്ട് പ്രോബിലിറ്റിയുടെ ഓരോ വാല്യൂവും കൂട്ടി അടുത്ത വാല്യൂയോട് ക്യുമുലേറ്റ് ചെയ്ത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് CDF കാണാൻ പറ്റും. ഈ രീതിയിൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ CDF നമുക്ക് ഈസിയായി കാണാൻ പറ്റും. ഇനി ഇതിൽ നമ്മൾ അറിയേണ്ട മറ്റൊന്നെന്ന് പറയുന്നത് മീനാണ്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ മീൻ എങ്ങനെ കാണാം, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ എന്ന് വിളിക്കും. ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് E of X ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു P of X. അതായത് എക്സിൻ്റെ വാല്യൂസും അതിൻ്റെ പ്രോബിലിറ്റിയും തമ്മിൽ ഗുണിച്ചിട്ട് ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മീൻ കാണാൻ പറ്റും. അതുപോലെ നമുക്കതിൽ വേരിയൻസ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് V of X ഈസ് ഈക്വൽ ടു E of X സ്ക്വയർ മൈനസ് E of X ഹോൾ സ്ക്വയർ ആണ്.
ഈ രീതിയിൽ നമുക്ക് വേരിയൻസും മീനും അതുപോലെ ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേരിയൻസിൻ്റെ റൂട്ട് കണ്ടാൽ നമുക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാൻ പറ്റും. അടുത്തതാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ ഒരു ഇൻ്റർവെലിൻ്റെ ഉള്ളിലാണ് വരിക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ ഉദാഹരണങ്ങൾ, അതായത് ഹൈറ്റ്, വെയ്റ്റ്, ലെങ്ത്ത്, ടെമ്പറേച്ചർ, ഇവയൊക്കെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിലാണ് വരിക. ഇവക്ക് നമുക്ക് കൗണ്ടബിൾ നമ്പേഴ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഒരു 2 വാല്യൂസിൻ്റെ ഇടയിൽ ആയിരിക്കും അതിൻ്റെ വാല്യൂസ് ഉണ്ടാവുക. ഈ രീതിയിലാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. അപ്പോൾ ഇവയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് PDF ആണ്. അതിലെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ PDF എന്ന് വിളിക്കും. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബിലിറ്റിയെ PDF എന്ന് വിളിക്കാം. ഇവിടെയും നമുക്ക് പ്രോബിലിറ്റി f(x) > 0 ഫോർ എവറി x. എക്സിൻ്റെ ഏത് വാല്യൂ കൊടുത്താലും പ്രോബിലിറ്റി എന്തായിരിക്കണം? 0 അതിൻ്റെ മുകളിലായിരിക്കും. പിന്നെ ഇൻ്റഗ്രൽ ഫ്രം -∞ ടു +∞ f(x) dx = 1 ആയിരിക്കും. നേരത്തെ നമ്മൾ സിഗ്മ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇവിടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ടോട്ടൽ പ്രോബിലിറ്റി കാണും. അത് 1 ആയിരിക്കും കിട്ടുക. ഈ രീതിയിലുള്ള ഏതൊരു ഫംഗ്ഷനെയും നമുക്ക് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. ഇതാണ് നമുക്ക് ഈ യൂണിറ്റിൽ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത അധ്യായം ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ്, 5ാമത്തെ അധ്യായം. ഈ അധ്യായത്തിൽ പ്രധാനമായും നമ്മൾ 2 ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും രണ്ടാമത്തത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമ്മൾ അതിൻ്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, മീൻ ആൻഡ് വേരിയൻസ്, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ നമുക്കറിയാം, p(x) = NCX p(x) q(n-x) ആണ്. ഇവിടെ എക്സിൻ്റെ വില എന്ന് പറയുന്നത് 0 മുതൽ n വരെ വരാം. NCX p(x) q(n-x) p+q = 1 ആയിരിക്കും. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ബൈനോമിയലിൻ്റെ കേസിൽ മീൻ n×p ആണ്, വേരിയൻസ് n×p×q ആണ്. n ആൻഡ് p ആർ ദ പാരാമീറ്റേഴ്സ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്നിൻ്റെയും പിയുടെയും പ്രൊഡക്റ്റ് കണ്ടാൽ മീൻ കാണാം, അതിനോടുകൂടി q കൂടി മൾട്ടിപ്ലൈ ചെയ്താലും വേരിയൻസ് ആവും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √(n)p(q) ആയിരിക്കും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത, ഇവിടെ മീൻ വേരിയൻസിനേക്കാൾ കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് NP ഈസ് ഗ്രേറ്റർ ദാൻ NPQ. അപ്പോൾ ഈ ബൈനോമിയൽ ഇതുപോലൊരു പ്രോബ്ലം നിങ്ങൾ ചോദിച്ചാൽ എന്ത് ചെയ്യും? X ഫോളോസ് ബൈനോമിയൽ വിത്ത് പാരാമീറ്റേഴ്സ് 10 and 0.5. ദാറ്റ് ഈസ് n = 10, p = 0.5. ഫൈൻഡ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എക്സ്. ഇവിടെ n 10 ആണ് തന്നിരിക്കുന്നത്, p 0.5 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ n p മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് മീൻ കിട്ടും. അതിൻ്റെ കൂടെ q ഈസ് 1 - p ആണ്. NPQ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് വേരിയൻസ് കിട്ടും. അതേപോലെ വൺ വേർഡ് മറ്റൊരു ചോദ്യം നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി വെച്ചിട്ട്, ഫോർ എ ബൈനോമിയൽ വേരിയബിൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? മീൻ = വേരിയൻസ്, മീൻ = 2 വേരിയൻസ്, മീൻ ഗ്രേറ്റർ ദാൻ വേരിയൻസ്, മീൻ ലെസ് ദാൻ വേരിയൻസ്. ആ പ്രോപ്പർട്ടി വെച്ച് ഇതിനും ആൻസർ ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാനുള്ളത്, മീൻ = 6, വേരിയൻസ് = 5. റൈറ്റ് ദ PMF ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ രീതിയിലുള്ള ചോദ്യം വന്നാൽ നമ്മൾ NP = 6, NP = 5 അത് വെച്ചിട്ട് N, P എന്നിവ കണ്ടുപിടിച്ച് നമുക്ക് PMF എഴുതാൻ പറ്റും. പിന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതിനെ റയർ ഇവൻറ്റ്സ് എന്ന് പറയാറുണ്ട്. ഈ പ്രോബിലിറ്റിയുടെ PDF എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, p(x) = x = e⁻λ (x) ഫാക്ടോറിയൽ. എക്സിൻ്റെ വാല്യൂ 0, 1, 2 etc. ഇതിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 0, 1, 2, 3 etc. n ട്രയലാണ്. അവിടെ ട്രയലിന് എണ്ണം ഉണ്ടാവും, അതുകൊണ്ട് n-ന്റെ വാല്യൂ
ഇമ്പോർട്ടൻ്റ് ആണ്. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ പ്രത്യേകിച്ചൊരു ഇൻ്റർവെൽ നമുക്ക് പറയാൻ പറ്റില്ല. അത്തരം എക്സാമ്പിളുകളാണ് ഇതിൽ ഉപയോഗിക്കുക. പിന്നെ ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു വാല്യൂസ് ലാംഡയാണ്. ലാംഡ എന്ന് പറയുന്നത് ആവറേജ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ വരുന്ന പ്രോബിലിറ്റി അല്ലെങ്കിൽ ട്രയലിൻ്റെ ആവറേജിനെയാണ് ലാംഡ എന്ന് വിളിക്കാം. ആവറേജ് ആണ് ലാംഡ. അതുകൊണ്ട് മീനും വേരിയൻസും നമ്മളിവിടെ ലാംഡയാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ. ബൈനോമിയലിനാണെങ്കിൽ മീൻ എൻ പിയും വേരിയൻസ് എൻ പി ക്യൂ ആയിരുന്നു. പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ മീനും വേരിയൻസും തുല്യമായിരിക്കും, അത് ലാംഡ ആയിരിക്കും. ഇത് എക്സാമിന് സ്ഥിരമായി ചോദിക്കാറുണ്ട്. മീനും വേരിയൻസും തുല്യമാകുന്ന ഡിസ്ട്രിബ്യൂഷൻ ഏതാണെന്നുള്ളത് അത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ഇതിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റ് ദ PMF ഓഫ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ PMF എഴുതാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതുപോലെ ഇതിന് നമ്മൾ ഡിനോട്ട് ചെയ്യാറ് എക്സ് ഫോളോസ് പി ഓഫ് ലാംഡ എന്നാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഇഫ് എക്സ് ഫോളോസ് പി ഓഫ് 5 ഫൈൻഡ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എക്സ്. അതായത് പി ഓഫ് 5 എന്ന് പറയുന്നത് പി ഓഫ് ലാംഡ, ലാംഡയുടെ വാല്യൂ ആണ് ഇവിടെ 5 തന്നത്. അപ്പോൾ ലാംഡ 5 ആണെങ്കിൽ മീൻ എന്തായിരിക്കും? അതും 5 ആയിരിക്കും. വേരിയൻസും നമുക്കറിയാം മീനും വേരിയൻസും തുല്യമാണ്, അതുകൊണ്ട് അതും 5 ആയിരിക്കും. ഇത്തരത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. 6ാമത്തെ യൂണിറ്റായ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് ഡിസ്ട്രിബ്യൂഷൻസും പോയിസോണും ബൈനോമിയലും ഇവ രണ്ടും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ കേസാണ്. ഇനി നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൽ വരുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. ഇത് നമ്മുടെ ലൈഫ് ലോങ് ഏത് പർപ്പസിലായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. ഇതിനെ നമ്മൾ നോർമൽ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇതിൽ നമ്മൾ അറിയേണ്ടത് അതിൻ്റെ മീന്, വേരിയൻസ്, അതുപോലെ നോർമൽ കർവ് എങ്ങനെയാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അതുപോലെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ സ്റ്റാൻഡേർഡ് നോർമലിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതിനെ നമ്മൾ Z ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ Z സ്കോർ എന്ന് പറയും. അതുപോലെ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് പ്രോബിലിറ്റികൾ കാണാം, ഇവയൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കേണ്ടത്. അതിൽ ആദ്യമായി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. f(x) = 1/σ√2π e⁻⁻² x - μ/σ². ഇതിൽ എക്സും മ്യൂവും -∞ മുതൽ +∞ വരെയുള്ള വാല്യൂസ് ആവാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എപ്പോഴും σ>0 ആയിരിക്കും. ഇതിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സിഗ്മ എന്ന് പറയുന്നത് ഈ ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, അതുകൊണ്ട് σ² അതിന്റെ വേരിയൻസും. മീൻ നമ്മൾ ഇതിൽ മ്യൂ ആണ്, മീൻ എന്ന് പറയുന്നത് മ്യൂ ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പ്രധാനമായി പിന്നെ പഠിക്കേണ്ടത് മീൻ എന്താണെന്നുള്ളത്. E(x) = മ്യൂ, വേരിയൻസ് σ², സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ √(v(x) സിഗ്മ. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഭാഗം നോർമൽ കേവിൻ്റെ പ്രത്യേകതകളാണ്. നോർമൽ കേവിൻ്റെ പ്രത്യേകതകൾ നമ്മളൊക്കെ പഠിച്ചതാണ്. നോർമൽ കേവ് ബെൽ ഷേപ്ഡ് ആണ്. x മ്യൂവിൽ അത് സിമെട്രിക് ആയിരിക്കും. അതുപോലെ മീൻ, മീഡിയൻ, മോഡ് എന്നിവ തുല്യമാണ്. മീൻ മീഡിയൻ മോഡാണ്. അതുപോലെ മറ്റൊരു പ്രത്യേകത, ക്വാർട്ടൈൽസ് ആർ ഈക്വി ഡിസ്റ്റൻറ്റ് ഫ്രം ദ മീഡിയൻ. രണ്ട് ക്വാർട്ടൈൽസും മീഡിയനിൽ നിന്ന് തുല്യ അകലത്തിലായിരിക്കും. 4 നോർമൽ കേവിൻ്റെ 4 പ്രത്യേകതകൾ എഴുതാനുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്, അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് മാറ്റാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണ്. മീൻ 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1ഉമായ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ f(z) = 1/√2π e⁻⁻z²/2 ആണ്. z-ന്റെ വാല്യൂസ് -∞ to ∞, ദാറ്റ് ഈസ് -∞ z < നമ്മുടെ z ഉപയോഗിച്ചാണ് സാധാരണ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് z ഫോളോസ് n01 എന്നാണ് നമ്മൾ സാധാരണ എഴുതാറ്. ഇതിൽ പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ
നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ എക്സ് എന്ന വേരിയബിൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമുക്ക് എടുക്കാം. എക്സ് ഫോളോസ് എൻ മ്യൂ സിഗ്മ സ്ക്വയർ. ഈ രീതിയിലാണ് നോർമലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. ഇതിൽ നിന്ന് എങ്ങനെ സെഡ് സ്കോർ അല്ലെങ്കിൽ സെഡ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത്. സെഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. ഈ രീതിയിലേക്ക് മാറ്റിയാൽ നമുക്കത് N01 അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് സെഡ് എന്ന വേരിയബിൾ മാറിയിട്ടുണ്ടാവും. ഇതിനെയാണ് സെഡ് സ്കോർ അല്ലെങ്കിൽ സെഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാറ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ക്വസ്റ്റ്യനിൽ നമ്മൾ കാണാറുണ്ട്. അതുപോലെ ഇതിൽ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവിൻ്റെ ഷേപ്പും അതിൻ്റെ പ്രാധാന്യങ്ങളും മനസ്സിലാക്കുക. പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ പ്രോബബിലിറ്റി കാണാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇനി നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് പോകാം. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ പ്രധാനപ്പെട്ട 2 പോയിന്റ്സ്, ഒന്ന് പാരാമീറ്റർ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്. എന്താണ് പാരാമീറ്റർ? പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫംഗ്ഷൻ ഓഫ് പോപ്പുലേഷൻ വാല്യൂസ് ആണ്. സ്റ്റാറ്റിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസ് ആണ്. അതേപോലെ തന്നെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കിനൊരു എക്സാമ്പിളാണ് എക്സ് ബാർ എന്നുള്ളത്, സാമ്പിൾ മീൻ. നമ്മൾ സാമ്പിൾ മീനിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കിനുള്ള ഡിസ്ട്രിബ്യൂഷൻ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതാൻ പറ്റും. ഇതിനാണ് നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട ചില സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ, ടി ഡിസ്ട്രിബ്യൂഷൻ, എഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമായി കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് n ആണ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ 2 × n ആണ്. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് നമുക്ക് വരക്കുകയാണെങ്കിൽ അത് ഓൾവേസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. പിന്നീട് ടി ഡിസ്ട്രിബ്യൂഷനാണ്. ടി ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ 0 ആണ്. വേരിയൻസ് n/n-2 ആണ്. പിന്നെ എഫ് ഡിസ്ട്രിബ്യൂഷനാണ്. എഫ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എഫിൻ്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ 1/f ഫോളോസ് Fn2, n1. എഫ് ഫോളോസ് n1, n2. ഇതും പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. ഈ കൈ സ്ക്വയർ ടി എഫ് തമ്മിലുള്ള റിലേഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾസ് ആണ്. അതേപോലെ തന്നെ ടി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ റൂട്ട് ഓഫ് വൈ ബൈ എൻ ആണ്. എക്സ് അല്ലെങ്കിൽ സെഡ് സ്റ്റാൻഡേർഡ് നോർമൽ ആണ്. താഴെ വരുന്ന വൈ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനാണ്. എൻ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അങ്ങനെ കൈ സ്ക്വയറും ടി തമ്മിലുള്ള റിലേഷൻ അതാണ്. എഫിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ കൈ സ്ക്വയർ n1/n1 ഡിവൈഡഡ് ബൈ കൈ സ്ക്വയർ n2/n2. ഇത് ഒരു എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1 ആൻഡ് n2. ഇതിൻ്റെ റിവേഴ്സ് വന്നാൽ അതായത് 1/f എഗെയിൻ എഫ് ഡിസ്ട്രിബ്യൂഷനാണ്. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n2, n1 ആയിരിക്കും. ഇതിലൊരു പ്രധാനപ്പെട്ട പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്, നമ്മുടെ ഒരു പോപ്പുലേഷനിൽ നിന്ന് ഫോർ എക്സാമ്പിൾ 2, 3, 4, 5 എന്നീ വാല്യൂസ് ഉള്ള ഒരു പോപ്പുലേഷനിൽ നിന്ന് 2 സൈസുള്ള ഒരു സാമ്പിൾ എടുക്കാനുള്ള ക്വസ്റ്റ്യൻ വരും. അത് SRSWOR സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് മെത്തേഡിൽ സാമ്പിൾസ് ഡ്രോ ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അതോടൊപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ സാമ്പിൾ മീനിൻ്റെ എക്സ്പെക്റ്റേഷൻ കാണാൻ, മീൻ ഓഫ് ദ സാമ്പിൾ മീൻ കാണാനുള്ള ചോദ്യം അതോടൊപ്പം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഈ 2, 3, 4, 5 അതിൽ നിന്ന് ഈ 2 വാല്യൂസ് വരുന്ന രീതിയിൽ സാമ്പിൾസ് എഴുതാം. ഓരോന്നിൻ്റെ മീൻ കാണാം. അതിൻ്റെ ടോട്ടൽ കണ്ട് നമ്പർ ഓഫ് സാമ്പിൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ കിട്ടും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത യൂണിറ്റ് നമ്പർ 8 എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ആണ്. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്
എന്താണെന്ന് അറിയണം, എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്, അതുപോലെ പോയിന്റ് എസ്റ്റിമേഷൻ, ഇന്റർവൽ എസ്റ്റിമേഷൻ, അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് എസ്റ്റിമേറ്റേഴ്സ്. ഇവയാണ് പ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ്. അതിൽ എസ്റ്റിമേറ്റും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അത് ഒബ്ജക്റ്റീവായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കാണ് എസ്റ്റിമേറ്റർ എന്ന് വിളിക്കുന്നത്. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സമയത്ത് ആ എസ്റ്റിമേറ്ററിന് ലഭിക്കുന്ന വില, അതാണ് എസ്റ്റിമേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഈ അധ്യായത്തിൽ നമ്മൾ പോയിന്റ് എസ്റ്റിമേഷനും ഇന്റർവൽ എസ്റ്റിമേഷനും പറയുന്നുണ്ട്. പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു വില ആണ് ലഭിക്കുക. ഇന്റർവൽ എസ്റ്റിമേഷനിൽ നമുക്ക് ഒരു പ്രത്യേക വിലക്ക് പകരം ഒരു ഇന്റർവെല്ലാണ് ലഭിക്കുക. അത്രയാണ് വ്യത്യാസം. ഇനി ഒരു എസ്റ്റിമേറ്റർ എങ്ങനെ ഏറ്റവും നല്ല എസ്റ്റിമേറ്റർ ആക്കി മാറ്റാം, അതിനുള്ള 4 കണ്ടീഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തത് അൺബയാസ്ഡ് എസ്റ്റിമേഷൻ, കൺസിസ്റ്റന്റ് എസ്റ്റിമേഷൻ, എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ, സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ. ഈ രീതിയിലാണ് 4 ക്രൈറ്റീരിയ ഫോർ എ ഗുഡ് എസ്റ്റിമേറ്റർ. നല്ലൊരു എസ്റ്റിമേറ്ററിന് ഉണ്ടായിരിക്കേണ്ട 4 ക്രൈറ്റീരിയ. ഇത് പരീക്ഷയ്ക്ക് നമ്മൾ സ്ഥിരമായി ക്വസ്റ്റ്യൻ നമ്മൾ കാണാറുണ്ട്. പരീക്ഷയിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതിൽ നമ്മളൊരു എസ്റ്റിമേറ്റർ തന്നിട്ട് സപ്പോസ് T1 = x1 + x2/2 ആ രീതിയിൽ ഒരു എസ്റ്റിമേറ്റർ തന്നിട്ട് അത് അൺബയസ്ഡ് ആണോ എന്ന് പരിശോധിക്കാനുള്ള ചോദ്യമാണ്. അൺബയസ്ഡ് ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ദിസ് എസ്റ്റിമേറ്റർ വിൽ ബി തീറ്റ, പോപ്പുലേഷൻ പാരാമീറ്റർ. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് x1 + x2/2 എന്നത് മ്യൂ ആണ് ലഭിച്ചതെങ്കിൽ നമുക്ക് ഈ എസ്റ്റിമേറ്റർ മ്യൂവിനുള്ള, പോപ്പുലേഷൻ പാരാമീറ്ററിനുള്ള അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ് എന്ന് പറയാം. അതുപോലെ അൺബയാസ്ഡ് എസ്റ്റിമേറ്ററിൽ നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇവിടെ 4, 5, 6, 7 ആൻഡ് 8 ഇത്തരം പോപ്പുലേഷൻ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റിൽ നമ്മളോട് ആദ്യം റൈറ്റ് ഓൾ പോസിബിൾ സാമ്പിൾസ്, ഇവ ഉപയോഗിച്ചിട്ട് പോസിബിൾ ആയിട്ടുള്ള സാമ്പിൾസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാമ്പിൾ സൈസ് 2 ആയിരിക്കണം. എന്നിട്ട് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ പറയുന്നത് ഷോ ദാറ്റ് സാമ്പിൾ മീൻ ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റ് ഓഫ് പോപ്പുലേഷൻ മീൻ. ഈ സാമ്പിൾ മീന് പോപ്പുലേഷൻ മീന് അൺബയാസ്ഡ് ആണെന്ന് നമുക്ക് കണ്ടെത്തണം. അതിനുവേണ്ടി നമുക്ക് തന്ന സാമ്പിളിനെ സാമ്പിൾ സൈസ് 2 ആയിട്ട് നമ്മൾ സാമ്പിൾസ് കോളം ഉണ്ടാക്കും. ഇത് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞ ആ രീതിയിൽ തന്നെ സാമ്പിൾ സൈസ് 2 ആയ സാമ്പിൾസ് ഉണ്ടാക്കും. എന്നിട്ട് ഓരോന്നിനും നമ്മൾ ആവറേജ് കാണും, സാമ്പിൾ മീൻ കാണും. എന്നിട്ട് അതെല്ലാം കൂട്ടിയിട്ട് സാമ്പിൾ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ആ രീതിയിൽ ചെയ്താൽ നമുക്കൊരു വാല്യൂ കിട്ടും. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് E(x)ബാർ, സാമ്പിൾ മീൻ്റെ എക്സ്പെക്ടേഷൻ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞ E(x)ബാർ എന്നത് 6 എന്ന് കിട്ടും. ഇനി നമുക്കിതിൻ്റെ കൂടെ ചെയ്യേണ്ടത് പോപ്പുലേഷൻ മീനും കൂടി കാണാം. പോപ്പുലേഷൻ മീൻ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ വാല്യൂസിൻ്റെ ആവറേജ്. പോപ്പുലേഷൻ വാല്യൂസ് നമുക്ക് ഉള്ളത് 4, 5, 6, 7, 8 ആണ്. അപ്പോൾ ഇവ എല്ലാം കൂട്ടിയിട്ട് അതിൻ്റെ എണ്ണം 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് x(ബാറും പോപ്പുലേഷൻ മീൻ മ്യൂവും എന്തായി 6 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ E(x)ബാർ = മ്യൂ എന്ന് കിട്ടി. അതുകൊണ്ട് x(ബാർ) ഈസ് എ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ എന്ന് പറയാം. ഈ അധ്യായത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കാനുള്ളത്. 2-3 എസ്റ്റിമേറ്റേഴ്സ് തരിക. ചിലപ്പോൾ അത് അൺബയസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അൺബയസ്ഡ് ആണെങ്കിൽ നമുക്ക് ആ എസ്റ്റിമേറ്റേഴ്സിൻ്റെ വേരിയൻസ് കണ്ടിട്ട് ഏതാണ് വേരിയൻസ് ഏറ്റവും കുറവുള്ളത് ആ എസ്റ്റിമേറ്ററാണ് എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ എന്ന് എഴുതാം. ചിലപ്പോൾ അൺബയസ്ഡ് ആണ് എന്ന് പറയാതെ എസ്റ്റിമേറ്റേഴ്സ് തന്നാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അൺബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സിൻ്റെ വേരിയൻസ് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും കുറവ് വേരിയൻസ് ഉള്ള അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ് കൂടുതൽ എഫിഷ്യന്റ് എന്ന് നമുക്ക് ഉത്തരം എഴുതാം. ഇത്തരം 4 ക്രൈറ്റീരിയയും നമ്മൾ മനസ്സിലാക്കി വെക്കാം ഈ യൂണിറ്റിൽ. ഇനി നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് കടക്കാം. യൂണിറ്റ് നമ്പർ 9, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് നമുക്കറിയാം, ചിലപ്പോൾ ചോദിക്കാം എക്സ്പ്ലെയിൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ്, എനി അസംഷൻ അബൌട്ട് പോപ്പുലേഷൻ പാരാമീറ്റർ. ഒരു പോപ്പുലേഷൻ പാരാമീറ്ററെ കുറിച്ചുള്ള ഏത് അസംഷനെയും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കാം. അത് നൾ ഹൈപ്പോത്തിസിസും ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസും ഉണ്ട്. ടൈപ്സ് ഓഫ് എറേഴ്സ് നമുക്കറിയാം. അപ്പോൾ ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അതേപോലെ തന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ. ടൈപ്പ് 1 എററിൻ്റെ പ്രോബബിലിറ്റിയാണ് ആൽഫ സിഗ്നിഫിക്കൻസ് ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ശരിയായ ഒരു നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ റിജക്റ്റ് ചെയ്യാം, അതിൻ്റെ പ്രോബബിലിറ്റി പി ഓഫ് റിജക്റ്റിംഗ് H0 വെൻ H0 ഈസ് ട്രൂ. പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് 2 എററാണ് ബീറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, രണ്ടാമത്തെ എററിൻ്റെ പ്രോബബിലിറ്റി. അപ്പോൾ പവർ ഓഫ് ദ ടെസ്റ്റ് എന്ന് വിളിക്കുന്നത് 1 - ബീറ്റയാണ്. അതായത് 1 - പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ, 1 - പ്രോബബിലിറ്റി ഓഫ് ആക്സെപ്റ്റിംഗ് H0 വെൻ H1 ഈസ് ട്രൂ ഓർ H0 ഈസ് ഫോൾസ്. ഓക്കെ, ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 2 ടൈൽഡ് ടെസ്റ്റ്, റൈറ്റ് ടൈൽ ടെസ്റ്റ്, ലെഫ്റ്റ് ടൈൽ ടെസ്റ്റ്, ഇവ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അത് നമുക്ക് പിക്ചർ വരച്ചിട്ട് വേണമെങ്കിൽ അടയാളപ്പെടുത്താം. H0 2 ടൈൽ ടെസ്റ്റ് എന്ന് പറയുന്നത് H0 H1 നോക്കുമ്പോൾ H0 എപ്പോഴും അല്ലെങ്കിൽ നൾ ഹൈപ്പോത്തിസിസ് എപ്പോഴും ആവറേജുകൾ μ=μ0 ആയിരിക്കും. μ≠μ2 ആണ്, μ0 ആണ് സെക്കൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെ 2 ടൈൽഡ് ടെസ്റ്റ് എന്ന് പറയാം. അതുപോലെ H1 μ0 ആണെങ്കിൽ റൈറ്റ് ടൈൽഡ് എന്നും പറയാം. H1 μ0 ആണെങ്കിൽ ലെഫ്റ്റ് ടൈൽഡ് ടെസ്റ്റ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഈ ലെഫ്റ്റ് ടൈൽ ടെസ്റ്റ് റൈറ്റ് ടൈൽ ടെസ്റ്റിൻ്റെ നമ്മുടെ ക്രിട്ടിക്കൽ റീജിയനായിട്ട് എടുക്കുന്നത് മോഡ് Z > Z ആൽഫയാണ്. അതേപോലെ 2 ടൈൽ ടെസ്റ്റിന് നമ്മൾ എടുക്കുന്ന ക്രിട്ടിക്കൽ റീജിയൻ മോഡുലസ് ഓഫ് Z ഈസ് > Z α/2. ക്രിട്ടിക്കൽ റീജിയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രീതിയിലാണ് നമുക്ക് കാൽക്കുലേറ്റഡ് സെഡും ടേബിൾ സെഡും തമ്മിലുള്ള റിലേഷൻ കിട്ടുന്നതെങ്കിൽ നമ്മുടെ ആ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യും. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ലഭിക്കുന്നതെങ്കിൽ ആ ഹൈപ്പോത്തിസിസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അതേപോലെ 2-3 നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻസിൻ്റെ വില മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് പ്രോബ്ലംസൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ആൽഫ 0.01 ആയാൽ അല്ലെങ്കിൽ 1% ആയാൽ Z α/2ൻ്റെ വില 2.58 ആണ്. അതേപോലെ തന്നെ ആൽഫ 0.05 5% ആയാൽ Z α/2ൻ്റെ വില 1.96 ആണ്. അതേപ്രകാരം ലെഫ്റ്റ് ടൈൽഡ് അല്ലെങ്കിൽ റൈറ്റ് ടൈൽഡ് 1 ടൈൽഡ് ടെസ്റ്റിനുള്ള Z ആൽഫയുടെ വില ആൽഫ 1% ആവുമ്പോൾ 2.33 ആണ്. ആൽഫയുടെ വില 5% ആവുമ്പോൾ 1.645 ആണ്. ഈ വിലകൾ ഓർത്താൽ എളുപ്പമാവും. ഇനി നമുക്ക് അടുത്ത യൂണിറ്റ് പഠിക്കാം. നിങ്ങൾ പഠിച്ച അനോവ അല്ലെങ്കിൽ അനാലിസിസ് ഓഫ് വേരിയൻസ് ഈ യൂണിറ്റ് ആണ്. ഇവിടെ നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിന്റെ തുടർച്ചയായിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. ഈ അനോവ ഇൻട്രൊഡ്യൂസ് ചെയ്തത് R.A. ഫിഷർ, നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളാണ്. ഇതിൽ നമ്മൾ അറിയേണ്ടത് കോസസ് ഓഫ് വേരിയേഷൻസ്, അസംഷൻസ് ഓഫ് അനോവ, ടെസ്റ്റിംഗ് ഈക്വാലിറ്റി ഓഫ് സെവറൽ മീൻസ് ബൈ യൂസിങ് അനോവ വൺ വേർഡ് മെത്തേഡ്. ഇതാണ് നമ്മളിതിൽ അറിഞ്ഞിരിക്കേണ്ടത്. അനോവ നമുക്കറിയാം, ഇതുവരെ ടെസ്റ്റ് ചെയ്തപ്പോൾ 2 ആവറേജുകൾ തമ്മിൽ മാത്രമേ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ 2-ലധികം ആവറേജ് ടെസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് അനോവ. ഇത് പരീക്ഷയ്ക്ക് നമ്മൾ പ്രത്യേകം ചോദിക്കുന്ന, അനോവ ബേസ് ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ്. 2-ലധികം ആവറേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. അനോവ ടേബിൾ വരയ്ക്കുന്നതൊക്കെ വിശദമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അനോവ ടേബിളിൽ ചില ഭാഗങ്ങൾ വിട്ടുപോയത് പൂരിപ്പിക്കാനുള്ളതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് അനോവ ടേബിളിൻ്റെ ഡിഫറെൻ്റ് കോളംസ് അറിയാം. ഒന്നാമത്തെ കോളം സോഴ്സസ് ആണ്, ബിറ്റ്വീൻ സാമ്പിൾസ്, വിത്തിൻ സാമ്പിൾസ്, ടോട്ടൽ. രണ്ടാമത്തെ കോളം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്, ട്രീറ്റ്മെൻറ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം,
എറർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നെക്സ്റ്റ് മീൻ സം ഓഫ് സ്ക്വയർ ആണ്. എഫ് കാൽക്കുലേറ്റഡ് വാല്യൂ, എഫ് ടേബിൾ വാല്യൂ. ഇത് ഓരോ സെല്ലും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. MSB എന്ന് പറഞ്ഞാൽ SSB ബൈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. എഫ് എന്ന് പറഞ്ഞാൽ MSB ബൈ MSW ആണ്. ഈ റിലേഷൻ ഉപയോഗിച്ചിട്ട് തന്നിരിക്കുന്ന വിലകൾ ഉപയോഗിച്ച് നമുക്ക് അറിയാത്ത വിലകൾ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മോഡലിൽ നമുക്ക് ഒരു ചോദ്യം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഈ യൂണിറ്റിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അനോവ ഡിസ്ട്രിബ്യൂഷനിൽ ഉപയോഗിക്കുന്ന അനോവ മെത്തേഡിൽ ഉപയോഗിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതിൽ ചോയ്സ് ആയിട്ട് പല ഡിസ്ട്രിബ്യൂഷൻ FT chi-square ഒക്കെ തരും. അപ്പോൾ ഇതിൽ F ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ അനോവ ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ ടെസ്റ്റിംഗ് ക്രിട്ടിക്കൽ റീജിയൻ കാണാൻ ഈ എഫിൻ്റെ വാല്യൂവും ടേബിൾ വാല്യൂ എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിൾ ഉപയോഗിച്ചിട്ട് ടേബിൾ വാല്യൂ കണ്ടിട്ട് കാൽക്കുലേറ്റഡ് വാല്യൂ എഴുതാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ റിജക്റ്റ് ടച്ച് നോട്ട് എന്ന രീതിയിൽ നമ്മൾ ഇതിൻ്റെ കൺക്ലൂഷൻ നടത്തും. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം അസംഷൻസ് ഓഫ് അനോവയാണ്. 4 അസംഷൻസ് ആണ് നമ്മുടെ അനോവയിൽ പറയുന്നത്. ഒന്ന് നോർമാലിറ്റി ആണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ളത്. രണ്ടാമത് ഹോമോജിനിറ്റി ആണ്, നമ്മൾ സെയിം വേരിയൻസ് ഉള്ള പോപ്പുലേഷനുള്ള സാമ്പിൾസ് ആണ് എടുക്കുന്നത്. മറ്റൊന്ന് ഇൻഡിപെൻഡൻസ് ആണ്, സാമ്പിൾസ് ഒക്കെ ഇൻഡിപെൻഡൻ്റ്ലി ഡ്രോൺ ആണെന്നുള്ളതാണ്. അഡിറ്റിവിറ്റി ആണ് നാലാമത്തത്. വേരിയസ് കോമ്പണൻസിൻ്റെ ഇഫക്ട്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ചേർക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ 4 അസംഷൻസ് പരീക്ഷയിൽ ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ അനോവയുടെ ബേസിക് ഡെഫിനിഷനായ അനോവ ഈസ് യൂസ്ഡ് ഫോർ ചെക്ക് ദ ഇക്വാലിറ്റി ഓഫ് സെവറൽ മീൻസ് എന്നുള്ള ചോദ്യം, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ചോദ്യങ്ങൾ വരാം. അനോവ ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദ ഇക്വാലിറ്റി ഓഫ് സെവറൽ മീൻസ്, അല്ലെങ്കിൽ 3 or more than മീൻസ്. പിന്നെ ഇതിൽ നമ്മൾ അറിയേണ്ടത് വേരിയേഷൻസ് ആണ്. നമുക്കറിയാം ഇതിൽ ട്രീറ്റ്മെൻ്റ് ആയ ആവറേജ് ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വേരിയേഷൻസ് സംഭവിക്കുന്ന 2 തരം വേരിയേഷൻസിന് നമ്മൾ മനസ്സിലാക്കാം. ഒന്ന് അസൈനബിൾ കോസസും ചാൻസ് കോസസും ആണ്. അപ്പോൾ റിസർച്ചർ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ആൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിന് അസൈനബിൾ കോസ് എന്ന് പറയും. നമ്മുടെ ബിയോണ്ട് കൺട്രോൾ അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാരണങ്ങൾ ഉണ്ടാവാം. അത്തരം കാരണങ്ങളെ നമ്മൾ ചാൻസ് കോസസ് എന്ന് പറയും. ഇവയും നമ്മൾ ഈ യൂണിറ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. ഈ ടെക്സ്റ്റിലെ നമ്മൾ 11ാമത്തെ ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. എന്താണ് ക്വാളിറ്റി എന്ന് നമുക്കറിയാം. ക്വാളിറ്റി ഈസ് ദ ഫിറ്റ്നസ് ഫോർ യൂസ്. അതാണ് ക്വാളിറ്റി കൊണ്ട് ഏറ്റവും മിനിമം നമുക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെയും കോസ് ഓഫ് വേരിയേഷൻസ് ഉണ്ട്. നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞതുപോലെ ചാൻസ് കോസസും അതുപോലെ തന്നെ അസൈനബിൾ കോസാണ്. അതിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ഉദ്ദേശിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൺട്രോൾ ചാർട്ട്സ് വരയ്ക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സ്പാർ ചാർട്ടാണ്, അല്ലെങ്കിൽ മീൻ ചാർട്ടാണ്. കൺട്രോൾ ചാർട്ട് എന്ന് പറഞ്ഞാൽ XY ആക്സിസോടൊപ്പം 3 ലൈൻസ് ഉണ്ടാവും എക്സ് ആക്സിസിന് സമാന്തരമായിട്ട്. ഒന്ന് LCL ആണ്, മിഡിൽ വരുന്നത് സെൻട്രൽ ലൈനാണ്, ഏറ്റവും മുകളിലായിട്ട് അപ്പർ കൺട്രോൾ ലിമിറ്റാണ്. അതോടൊപ്പം നമ്മൾ തന്നിരിക്കുന്ന വാല്യൂ ഒരു പോയിന്റ്സ് ആയിട്ട് നമുക്ക് അതിൽ ചേർക്കാൻ പറ്റും. ഇതിൽ പ്രധാനപ്പെട്ട നമ്മുടെ കണ്ടുപിടിക്കേണ്ടി വരിക X-ബാർ ചാർട്ടിൻ്റെ സെൻട്രൽ ലൈൻ, ലോവർ കൺട്രോൾ ലിമിറ്റ്, അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്നിവ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഫോർമുലാസ് നിങ്ങൾ ഓർത്തു വെക്കുക. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ X-ബാർ ആണ്, X-ബാറിൻ്റെ മീന്. അതുപോലെ തന്നെ ലോവർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ X-ബാർ മൈനസ് A2 R-ബാർ ആണ്. R-ബാർ എന്ന് പറഞ്ഞാൽ റേഞ്ചുകളുടെ മീനാണ്. UCL എന്ന് പറഞ്ഞാൽ X-ബാർ പ്ലസ് A2 ഇൻറ്റു R-ബാർ. A2ൻ്റെ വില നമുക്ക് ടേബിളിൽ അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് സാമ്പിൾ സൈസിന് നമുക്ക് A2ൻ്റെ വില അവൈലബിൾ ആണ്. ഈ കൺട്രോൾ ചാർട്ട്സിൽ നമ്മൾ ചെയ്യുന്നത് കാര്യം ഡിഫറെൻറ്റ് ഇൻ്റർവെല്ലിൽ നമ്മൾ സാമ്പിൾസ് എടുക്കുകയും ആ സാമ്പിളിൻ്റെ ആണ് ചോദ്യമായി വരിക. അപ്പോൾ ഓരോ സാമ്പിളിൻ്റെയും മീനും റേഞ്ചും കണ്ടിട്ടാണ് നമ്മൾ കൺട്രോൾ ചാർട്ടിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് അടുത്ത യൂണിറ്റ് നമ്പർ 12 ടൈം സീരീസ് ആണ്. ടൈം സീരീസ് എന്ന ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഡാറ്റകളെ സമയബന്ധിതമായി
അറേഞ്ച് ചെയ്ത് നമ്മൾ പഠിക്കുന്നതാണ്. ഇതിൽ ടൈം സീരീസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എ ടൈം സീരീസ് ഈസ് എ സീക്വൻസ് ഓഫ് ഡാറ്റ ഒബ്സർവ്ഡ്, കളക്റ്റഡ് ആൻഡ് അറേഞ്ച്ഡ് ഇൻ എ ക്രൊണോളജിക്കൽ ഓർഡർ. അതായത് ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറയുമ്പോൾ പ്രത്യേക സമയബന്ധിതമായ ഓർഡർ. ഇതിൽ നമ്മൾ അറിയേണ്ടത് കമ്പണൻസ് ഓഫ് ടൈം സീരീസ് ആണ്. ഒന്ന് സെക്യുലാർ ട്രെൻഡ് എന്താണെന്ന് അറിയണം. അതിൽ മറ്റൊരു ട്രെൻഡാണ് പീരിയോഡിക് മൂവ്മെൻറ്റ്സ്. അതിനെ നമ്മൾ രണ്ടായി പഠിക്കാം, സൈക്ലിക്കൽ വേരിയേഷൻസും സീസണൽ വേരിയേഷൻസും. പിന്നീടുള്ളതാണ് ഇറഗുലർ വേരിയേഷൻസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നീട് എങ്ങനെ ട്രെൻഡ് അനാലിസിസ് നടത്താം, എങ്ങനെ നമുക്ക് ഡാറ്റകളെ ടൈം സീരീസ് ഉപയോഗിച്ചിട്ട് പഠിക്കാം എന്നാണ് പറയുന്നത്. അതിൽ രണ്ട് മെത്തേഡാണ് നമുക്ക് പഠിക്കേണ്ടത്, മെത്തേഡ് ഓഫ് സെമി ആവറേജസും മൂവിങ് ആവറേജസും. ഇവിടെ നമുക്കൊരു ടൈം സീരീസിനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ഒരു വർഷത്തെ ഓരോ മാസങ്ങളിൽ ഉണ്ടായ ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഗോൾഡിൻ്റെ ഒരു പവന് വരുന്ന വില തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് ടേബിളിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ പോയിന്റുകളും അടയാളപ്പെടുത്തി നമുക്ക് ടൈം സീരീസ് അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ കമ്പണൻസ് ഓഫ് ടൈം സീരീസ് നമ്മൾ പറയുന്നത് സെക്യുലാർ ട്രെൻഡാണ്. ഇത് ലോങ് ടേം ട്രെൻഡ് എന്ന് പറയും, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ട്രെൻഡ് എന്ന് പറയും. പിന്നീട് നമ്മൾ അതിൽ അറിഞ്ഞിരിക്കേണ്ടത് സൈക്ലിക്കൽ വേരിയേഷൻ ആണ്. ഇത് പ്രത്യേകിച്ച് ബിസിനസ് പർപ്പസിലൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. ഇതിലെ 4 ടേംസ് പ്രോസ്പെരിറ്റി, ഡിക്ലൈൻ, ഡിപ്രഷൻ, ഇംപ്രൂവ്മെന്റ്, ഈ 4 പോയിന്റ്സ് നമ്മൾ ഇതിൽ മനസ്സിലാക്കുക. പിന്നീടുള്ള ഒരു വേരിയേഷനാണ് സീസണൽ വേരിയേഷൻ. ഓരോ സമയത്തുണ്ടാവുന്ന വേരിയേഷനാണ്. പ്രത്യേകിച്ച് നമ്മുടെ പടക്ക കച്ചവടമൊക്കെ ആണെങ്കിൽ അത് വിഷു കാലഘട്ടത്തിൽ, സീസണൽ കാലഘട്ടത്തിലായിരിക്കും കൂടുതൽ സെയിൽ നടക്കുക. അങ്ങനെ വരുന്ന വേരിയേഷനാണ് സീസണൽ വേരിയേഷൻ. ഇതിന് സാധാരണ എക്സാമിന് നമുക്ക് ഇതുപോലത്തെ അംബ്രല്ല സെയിൽസ് ഇൻ ജൂൺ മാസങ്ങളിലുള്ള അംബ്രല്ല, മഴക്കാലത്തുള്ള അംബ്രല്ലയുടെ സെയില്, ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ എക്സാമ്പിളായിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. അതൊക്കെ സീസണൽ വേരിയേഷൻസ് ആണ്. ഇതിൽ കുറേ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നീട് ഇറഗുലർ വേരിയേഷൻ ആണ്. ഇറഗുലർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കൺട്രോളിൽ ഇല്ലാത്ത വേരിയേഷൻസ്, പെട്ടെന്നുണ്ടാവുന്ന ഭൂമിക്കുലുക്കം അല്ലെങ്കിൽ ഒരു സുനാമി വരിക, ഇത്തരം അപകടങ്ങൾ ഒക്കെ എന്താണ് ഇറഗുലർ വേരിയേഷൻസിൽ വരുന്നതാണ്. ഈ ചാപ്റ്ററിൽ പ്രധാന ഭാഗം നമുക്ക് എങ്ങനെ ട്രെൻഡ് അനലൈസ് ചെയ്യാന്നുള്ളതാണ്. അതിൽ 4 മെത്തേഡ്സാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്, സെമി ആവറേജ് മെത്തേഡ്, മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജസ്, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. ഏറ്റവും പ്രധാനമായി നമുക്ക് നോക്കേണ്ടത് സെമി ആവറേജ് മെത്തേഡും മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജും ആണ്. സെമി ആവറേജ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 6 ഡാറ്റയാണ് തന്നതെങ്കിൽ, ഒരു ഡാറ്റയിൽ 6 വർഷത്തെ വിലകളാണ് തന്നതെങ്കിൽ നമ്മൾ 3 തിരിച്ചുകൊണ്ട് ആദ്യത്തെ 3ന്റെ ആവറേജും രണ്ടാമത്തെ 3ന്റെ ആവറേജും കണ്ട് ആ ആവറേജസ് ഒരു ഗ്രാഫ് പേപ്പർ അടയാളപ്പെടുത്തി അവ തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു രേഖ വരച്ചാൽ അത് ആണ് നമ്മുടെ പുതിയ ട്രെൻഡ് ലൈനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെയാണ് സെമി ആവറേജ് മെത്തേഡിൽ നമ്മൾ ട്രെൻഡ് അനലൈസ് ചെയ്യുന്നത്. ആ ഡാറ്റ 2 തിരിച്ചുകൊണ്ട് ഓരോ ഭാഗത്തിനും നമ്മുടെ ആവറേജസ് കണ്ടു മീൻ കാണുക, ആ മീൻ നമ്മുടെ ഗ്രാഫ് പേപ്പറിൽ അടയാളപ്പെടുത്തുക, ആ 2 പോയിന്റ്സും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ട്രെൻഡ് ലൈൻ വരക്കുക. ഇതാണ് സെമി ആവറേജ് മെത്തേഡ് ചെയ്യുന്നത്. എന്നാൽ മൂവിങ് ആവറേജ് മെത്തേഡിൽ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 ഇയർലി മൂവിങ് ആവറേജ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 3 ഇയർലി 4 ഇയർലി അങ്ങനെ ഡിഫറെൻറ്റ് ഇയർലി മൂവിങ് ആവറേജ് നമ്മൾ കാണാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 3 വിലകളുടെ ആവറേജ് കാണുക, ഒരു വില ഒഴിവാക്കി അടുത്ത 3 വിലകളുടെ ആവറേജ് കാണുക. അങ്ങനെ മൂവിങ് ആവറേജ് എന്ന് പറയുമ്പോൾ തന്നെ ആവറേജ് മൂവ് ചെയ്ത് വരിക. അങ്ങനെ കിട്ടുന്നതാണ് നമുക്ക് മൂവിങ് ആവറേജ് രീതിയിൽ ട്രെൻഡ് അനലൈസ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്ത യൂണിറ്റ് നമ്മൾ പഠിക്കേണ്ടത് ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്. ഇൻഡെക്സ് നമ്പേഴ്സിൽ ടൈപ്സ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സിമ്പിൾ അരിത്മെറ്റിക് മീൻ പ്രൈസ് ഇൻഡെക്സ് നമ്പർ, സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡ്, വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് ആയ ലാസ്റ്റ് പേസ് ഇൻഡെക്സ് നമ്പർ, പാസ്റ്റേഴ്സ് ഇൻഡെക്സ് നമ്പർ, ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ, അതുപോലെ ഇതിൽ യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പർ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇൻഡെക്സ് നമ്പർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം എക്കണോമിക്സ് ബാരോമീറ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സിമ്പിളായിട്ട് നമ്മുടെ ഒരു ഐറ്റത്തിൻ്റെ ഒരു കമ്മോഡിറ്റിയുടെ ഇൻഡെക്സ് കാണാൻ പറഞ്ഞാൽ നമ്മുടെ ഈ നടപ്പു കാലയളവിലെ വില ബൈ അടിസ്ഥാന കാലയളവിലെ വില ഇൻറ്റു 100, P1/P0 × 100 ആണ്
ആ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു കൂട്ടം കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് ഇൻഡെക്സ് നമ്പർ കാണാനുണ്ടാവും. അത് ഒരു പ്രധാന രീതി സിമ്പിൾ AM പ്രൈസ് ഇൻഡെക്സ് ആണ്. സിമ്പിൾ AM പ്രൈസ് ഇൻഡെക്സിൽ നമ്മൾ കാണുന്നത് ഓരോ ഐറ്റത്തിൻ്റെയും പ്രൈസ് ഇൻഡെക്സ് കാണാം. അതിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുക. എക്സ് ഈക്വൽ ടു P1/P0 × 100. അങ്ങനെ ഓരോ ഐറ്റത്തിൻ്റെയും ഓരോ കമ്മോഡിറ്റിയുടെയും പ്രൈസ് ഇൻഡെക്സ് കണ്ട് അതിൻ്റെ മീൻ കാണാം. അങ്ങനെ മീൻ കണ്ടാലാണ് അതിനെ നമ്മൾ സിമ്പിൾ AM പ്രൈസ് ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. ഇതേപോലെ GM HM ഒക്കെ ഉണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് AM ഇൻഡെക്സ് നമ്പറാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട രീതിയാണ് സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡ്. ഒരു കൂട്ടം കമ്മോഡിറ്റീസിൻ്റെ P0s ബേസ് ഇയറിലെ അല്ലെങ്കിൽ ബേസ് പീരീഡിലെ വിലകളും കറണ്ട് ഇയറിലെ അല്ലെങ്കിൽ കറണ്ട് പീരീഡിലെ നടപ്പ് വർഷത്തെ വിലകളും തന്നാൽ നമ്മൾ എങ്ങനെയാണ് സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡിൽ കാണുന്നത് എന്ന് നമുക്കറിയാം. ഓരോ കമ്മോഡിറ്റിയുടെയും പ്രത്യേകം കാണുന്നതിന് പകരം സിഗ്മ P0 കാണാം. അടിസ്ഥാന വർഷത്തെ എല്ലാ വിലകളും നമ്മൾ കൂട്ടുക, ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നടപ്പ് വർഷത്തെ P1s മുഴുവൻ ആഡ് ചെയ്യുക. എന്നിട്ട് സിഗ്മ P1 ഡിവൈഡ് ബൈ സിഗ്മ P0, P1കളുടെ ടോട്ടൽ ബൈ P0യുടെ ടോട്ടൽ ഇൻറ്റു 100 കാണാം. ഇതാണ് അഗ്രിഗേറ്റ് മെത്തേഡിലുള്ള പ്രൈസ് ഇൻഡെക്സ് നമ്പർ. അപ്പോൾ നമ്മൾ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ നമ്മൾ പരിശോധിക്കാം. 3 വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പറാണ് പ്രധാനം നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ലാസ്പിയേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ, രണ്ടാമത്തത് പാഷ്യസ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ, നെക്സ്റ്റ് ഫിഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ. നമ്മൾ സാധാരണ P1/P0 × 100 എന്ന രൂപത്തിൽ കാണുന്നതിന് പകരം നമ്മൾ ക്വാണ്ടിറ്റി കൺസ്യൂംഡിന് കൂടി പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് ഇത്തരം വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ വരുന്നതെന്ന് നമുക്കറിയാം. ലാസ്പിയേഴ്സ് ബേസ് ഇയർ ക്വാണ്ടിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ഫോർമുല സിഗ്മ P1 Q0 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 × 100 എന്നായി. പാഷ്യസ് ചെയ്തത് ക്വാണ്ടിറ്റി ഫോർ ദ കറണ്ട് ഇയർ ആണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q1 × 100. അതേപോലെ തന്നെ ഫിഷേഴ്സ് ചെയ്തത് രണ്ട് ക്വാണ്ടിറ്റിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് റൂട്ട് ഓഫ് സിഗ്മ P1 Q1 ബൈ സിഗ്മ P0 Q1 ഇൻറ്റു സിഗ്മ P1 Q0 ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. ഫിഷേഴ്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ലാസ്പിയേഴ്സിൻ്റെയും പാഷ്യസിൻ്റെയും ഇൻഡെക്സ് നമ്പറിൻ്റെ ജോമെട്രിക് മീനാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് L ഇൻറ്റു P. പരീക്ഷയ്ക്ക് കൂടുതലും ചില ക്വസ്റ്റ്യൻസ് കണ്ടത് ലാസ്പിയേഴ്സും പാസ്റ്റേഴ്സിൻ്റെ ഇൻഡെക്സ് നമ്പർ തന്നിട്ട് ഫിഷേഴ്സ് കാണാൻ ചോദിക്കാറുണ്ട്. അതുപോലെ ഇതിലെ 3 ഏതെങ്കിലും 2 തരും, എന്നിട്ട് രണ്ടാമത്തെ ഇൻഡെക്സ് നമ്പർ കാണാൻ ചോദിക്കാറുണ്ട്. ഈ രീതിയിൽ നമുക്ക് 13 ചാപ്റ്ററും മനസ്സിലാക്കി പഠിക്കാം. പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു. ഇതോടുകൂടി നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസിൻ്റെ റിവിഷൻ ക്ലാസ് അവസാനിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.